ലഹരിയുടെ കൂത്തരങ്ങായി സംസ്ഥാനം മാറുമ്പോൾ HIV ബാധിതരുടെ എണ്ണവും ഉയരുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മയക്കുമരുന്ന് കുത്തിവയ്പിലൂടെ കേരളത്തിൽ 52 പേർക്ക് HIV ബാധിച്ചെന്നാണ് റിപ്പോർട്ട്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. ലഹരി ഉപയോഗിക്കാനായി സിറിഞ്ചുകൾ പങ്കുവച്ചതാണ് HIVക്ക് കാരണമായത്. ഈ വിധം HIV ബാധിച്ചവർ നിലവിൽ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിരീക്ഷണത്തിലാണ്. മയക്കുമരുന്ന് കുത്തിവെക്കുന്നവരെ കണ്ടെത്തുകയും അവരുടെ വിശ്വാസ്യത നേടിയെടുക്കുകയും ചെയ്ത ശേഷമാണ് HIV പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കഴിഞ്ഞ ദിവസം വളാഞ്ചേരിയിൽ ലഹരി സംഘത്തിലുള്ളവർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഒരു സംഘത്തിലെ 10 പേർക്കാണ് HIV സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് കാരണം. ഇവരിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റുള്ളവർ മലയാളികളുമാണ്. കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗിലാണ് HIV ബാധ കണ്ടെത്തിയത്. ബ്രൌൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് HIV പകർന്നത്. ഇനിയും കൂടുതൽ ആളുകൾക്ക് രോഗബാധയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. സിറിഞ്ചുകൾ ഉപയോഗിച്ച് നേരിട്ട് ശരീരത്തിൽ കുത്തിവെക്കുന്ന ബ്രൌൺ ഷുഗറിന്റെ വകഭേദമായ ടോമെ എന്ന ലഹരിമരുന്നാണ് വളാഞ്ചേരിയിൽ വ്യാപകമായി വിൽക്കുന്നത്. വളാഞ്ചേരി നഗരമധ്യത്തിലടക്കം നിരവധി ഹോട്ട്സ്പോട്ടുകളിലാണ് ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നത്. ഹെറോയിന്റെ സാന്നിധ്യമുള്ള ടോമയ്ക്ക് മില്ലിഗ്രാമിന് പോലും 1000-ലധികമാണ് വില. നഗരമധ്യത്തിൽ തന്നെ കാടുമൂടിയ പ്രദേശങ്ങൾ ലഹരി ഉപയോഗത്തിനായി സംഘങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ടോമയടക്കമുള്ള ലഹരി മരുന്നുകളുടെ വിൽപ്പനക്കാർ കൂടുതലായും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. 2 മാസത്തിനിടെയാണ് 10 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ജനുവരിയിലാണ് കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിംഗിൽ വളാഞ്ചേരിയിൽ ഒരാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് 10 പേർക്ക് കൂടി HIV സ്ഥിരീകരിച്ചത്. ഇവരുടെ കുടുംബവും ഇവരുമായി ബന്ധപ്പെട്ട മറ്റാളുകൾക്കും രോഗബാധയുണ്ടോ എന്ന പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ഇതിനായി ഇവർക്കായി ഉടൻ സ്ക്രീനിംഗ് നടത്തും. ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ്.